ഹിന്ദി ഹൃദയഭൂമിയിൽ ബി.ജെ.പിക്ക് വെല്ലുവിളി ഉയർത്തുന്ന രാഷ്ട്രീയ പാർട്ടി ഏത് എന്ന ചോദ്യത്തിന് ഇപ്പോൾ ഉയർന്നു വന്ന പേരുണ്ട് ആം ആദ്മി പാർട്ടി. ആം ആദ്മി പാർട്ടിയാണ് ബി.ജെ.പിക്ക് ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തുന്നത്. ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന പാർട്ടി, ബി.ജെ.പിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പെട്ടെന്ന് വളർന്ന് പന്തലിക്കുന്ന പാർട്ടിയായി എ.പി മാറിയിട്ടുണ്ട്. അതിനുദാഹരണമാണ് ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ്. 5 സീറ്റുകളിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് എ.പി ജയിച്ചത് സ്വാഭാവികമായും ബി.ജെ.പി കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി എ.പി വളരരുത്, എ.പിയെ അവസാനിപ്പിക്കണം എന്ന തീരുമാനം രാഷ്ട്രീയമായി തന്നെ ബി.ജെ.പി എടുക്കുകയും അതിനെ തുടർന്ന് എ.പിയെ വേട്ടയാടാൻ ആരംഭിക്കുകയും ചെയ്തു കേന്ദ്ര അന്വേഷണ ഏജൻസികളെ വെച്ച്. അവസാനം ചെന്നെത്തിയിരിക്കുന്നത് അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലടച്ചുകൊണ്ടാണ്. ദില്ലി മുഖ്യമന്ത്രി ആണെന്ന് ഓർക്കണം. ഒരു മുഖ്യമന്ത്രിയെ ജയിലടയ്ക്കാൻ പോലും തയ്യാറാകുന്ന ബി.ജെ.പി നേതൃത്വം നോക്കൂ, എത്രമാത്രം ഭയപ്പെടുന്നുണ്ട് അരവിന്ദ് കെജ്രിവാളിനെ എന്നോർക്കണം. പക്ഷേ അരവിന്ദ് കെജ്രിവാൾ ജയിൽ വിമോചനാവുകയും വലിയ തോതിൽ ഉത്തരേന്ത്യയിൽ ക്യാമ്പയിൻ പ്രചാരണം ആരംഭിക്കുകയും ചെയ്തത് ബി.ജെ.പി നേതൃത്വത്തിന്റെ ഉറക്കം കെടുത്തുന്നുണ്ട്. അതിനെയും നേരിടാൻ പദ്ധതി തയ്യാറാക്കിയിരുന്നു ബി.ജെ.പി നേതൃത്വം. എങ്ങാനും അരവിന്ദ് കെജ്രിവാൾ ജയിൽ മോചിതനായി രംഗത്ത് വന്നാൽ ഇത് തെരഞ്ഞെടുപ്പ് സമയമാണ്, അത് വലിയ പ്രചാരണ വിഷയമായി മാറും. അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യ മുന്നണിയുടെ നേതാവായി മാറും. ഇപ്പോൾ സംഭവിച്ചതുപോലെ ഉത്തരേന്ത്യയിൽ ബി.ജെ.പിക്ക് അത് വൻ തിരിച്ചടിയായിരിക്കും. അതുകൊണ്ട് അതിനെയും നേരിടാൻ വേണ്ടിയുള്ള പദ്ധതി തയ്യാറാക്കി വെച്ചിരുന്നു ബി.ജെ.പി എന്നോർക്കണം. എത്രമാത്രം ദീർഘവീക്ഷണമുള്ള പാർട്ടിയാണ് ബി.ജെ.പി എന്ന് നോക്കണം. പക്ഷേ എല്ലാം കുബുദ്ധിയാണ് എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് സ്വാതി മാലിവാൾ എന്ന ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാ എം.പിയെ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വലിയ നാടകം കളിച്ചത്. അരവിന്ദ് കെജ്രിവാളിന്റെ വീട്ടിൽ അരവിന്ദ് കെജ്രിവാളിന്റെ പി.എ തന്നെ മർദ്ദിച്ചു എന്ന് പരസ്യമായി പറയുന്നു. പോലീസിൽ പരാതി നൽകുന്നു. പോലീസ് ചാടി ആക്ട് ചെയ്യുന്നു, നടപടിയെടുക്കുന്നു, അന്വേഷണം നടത്തുന്നു. അങ്ങനെ ഏറ്റവും ഒടുവിൽ അരവിന്ദ് കെജ്രിവാളിന്റെ പി.എ വിഭവ് കുമാറിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ദില്ലി പോലീസ്. അപ്പോഴാണ് അരവിന്ദ് കെജ്രിവാൾ സുപ്രധാനമായ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അത് സംബന്ധിച്ച് എല്ലാ മാധ്യമങ്ങളിലും വാർത്തകൾ വന്നിട്ടുണ്ട്. അതിലൊരു വാർത്ത ഇങ്ങനെയാണ്: കൂട്ടമായി നാളെ ആസ്ഥാനത്തേക്ക് വരാം, വേണ്ടവരെ അറസ്റ്റ് ചെയ്യും. ബി.ജെ.പിയെ വെല്ലുവിളിക്കാണ് അരവിന്ദ് കെജ്രിവാൾ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? കൂട്ടമായി നാളെ ആസ്ഥാനത്തേക്ക് വരാം, വേണ്ടവരെ അറസ്റ്റ് ചെയ്യൂ എന്നാണ് അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ ബി.ജെ.പിയെ വെല്ലുവിളിച്ചിരിക്കുന്നത്. നാളെ 12 മണിക്ക് ബി.ജെ.പിയുടെ ആസ്ഥാനത്തേക്ക് ആം ആദ്മി പാർട്ടിയുടെ എം.പിമാരും എം.എൽ.എമാരും ജനപ്രതിനിധികളും വരികയാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളവരെ നിങ്ങൾ അറസ്റ്റ് ചെയ്ത് ജയിലടച്ചുകൊള്ളൂ എന്നാണ് അരവിന്ദ് കെജ്രിവാൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളത്തെ വാർത്ത അതുതന്നെയാണ്. കാരണം ഇന്ത്യയിലെ മാധ്യമങ്ങൾ എത്രമാത്രം തമസ്കരിക്കാൻ ശ്രമിച്ചാലും അതിന് കഴിയാത്ത വിധത്തിൽ അരവിന്ദ് കെജ്രിവാൾ ചലനം സൃഷ്ടിക്കുന്നു രാഷ്ട്രീയത്തിൽ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്ന് വേണം കരുതാം. അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് നാളെ ബി.ജെ.പി ആസ്ഥാനത്തേക്ക് ഉച്ചയ്ക്ക് 12 മണിക്ക് നടത്തുന്ന മാർച്ച്. ഞങ്ങളെ അറസ്റ്റ് ചെയ്യൂ, നിങ്ങൾക്ക് ആരെയാണ് വേണ്ടത് അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കൂ എന്നാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വാർത്ത ഇങ്ങനെയാണ്: ആം ആദ്മി പാർട്ടി നേതാക്കളെയെല്ലാം കൂട്ടമായി അറസ്റ്റ് ചെയ്യുകയാണ് ബി.ജെ.പിയുടെ ലക്ഷ്യമെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ കുറ്റപ്പെടുത്തി. നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് ബി.ജെ.പിയുടെ പാർട്ടി ആസ്ഥാനത്തേക്ക് വരാം, വേണ്ടവരെ നിങ്ങൾ അറസ്റ്റ് ചെയ്തോളൂ എന്നാണ് അരവിന്ദ് കെജ്രിവാളിന്റെ വെല്ലുവിളി. നാളെ എന്ന് വെച്ചാൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് ഞങ്ങൾ വരികയാണ് ബി.ജെ.പിയുടെ അഖിലേന്ത്യാ ഓഫീസിലേക്ക്, ആസ്ഥാന മന്ദിരത്തിലേക്ക്, നിങ്ങൾക്ക് വേണ്ടവരെ അറസ്റ്റ് ചെയ്തുകൊള്ളൂ എന്ന പ്രഖ്യാപനമാണ് അരവിന്ദ് കെജ്രിവാൾ നടത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി മോദിജി എന്നെയും മനീഷ് സിസോദിയ, സഞ്ജയ് സിംഗ് തുടങ്ങിയ നേതാക്കളെയും ഓരോരുത്തരെയായി ജയിലടച്ചുകൊണ്ട് നിങ്ങൾ ഈ ജയിൽ കളി കളിക്കുകയാണ്. ഞാനും പാർട്ടി എം.പിമാരും എം.എൽ.എമാരും നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് ബി.ജെ.പി ആസ്ഥാനത്ത് വരാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആരെയും ഒറ്റയടിക്ക് അറസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ജയിലടക്കാം. ഇതാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ വെല്ലുവിളി. ഈ വെല്ലുവിളി ബി.ജെ.പി സ്വീകരിക്കുമോ എന്നതാണ് അറിയേണ്ടത്. ഏതായാലും നാളെ ദില്ലി നഗരം സംഘർഷഭരിതമാകും എന്ന കാര്യം സംശയമേ ഇല്ല. ആം ആദ്മി പാർട്ടിയുടെ നേതാവ് അരവിന്ദ് കെജ്രിവാളും അതോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടിയുടെ എം.പിമാരും എം.എൽ.എമാരും ആസ്ഥാനത്തേക്ക്, ബി.ജെ.പിയുടെ ആസ്ഥാനത്തേക്ക്, അഖിലേന്ത്യാ കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തുമ്പോൾ, അങ്ങോട്ട് യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായും പോലീസ് ആ മാർച്ച് തടയും. ആ മാർച്ച് എങ്ങനെ, എവിടെ വെച്ച് തടയും എന്നത് മാത്രമേ അറിയാനുള്ളൂ. അതല്ല, ആം ആദ്മി പാർട്ടിയുടെ നേതാക്കളെ, അരവിന്ദ് കെജ്രിവാളിനെ അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്യുമോ ദില്ലി പോലീസ് എന്നതുകൂടി അറിയാനുണ്ട്. അങ്ങനെയാണെങ്കിൽ എല്ലാ നേതാക്കളെയും അറസ്റ്റ് ചെയ്ത് ജയിലടച്ചുകൊള്ളൂ എന്ന് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയുടെ ജനപ്രതിനിധികളും. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാനും കഴിയും, വളരെ ചടുലമായ നീക്കമാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തൻ്റെ പി.എ അറസ്റ്റ് ചെയ്യുന്നു, ഒരു രാജ്യസഭ എം.പിയെ ഉപയോഗപ്പെടുത്തി വീട്ടിൽ കയറി ബഹളമുണ്ടാക്കുന്നു, തന്നെ മർദ്ദിച്ചു എന്ന് പരാതി കൊടുക്കുന്നു. ആര്? ആം ആദ്മിയുടെ എം.പി തന്നെയാണ് ഇത് ചെയ്യുന്നത്. ആം ആദ്മി എം.പിയുടെ സ്വാതി മലിവാളിന്റെ പിറകിലെന്ന് ആം ആദ്മി നേതാക്കൾ തന്നെ ഇതിനകം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബി.ജെ.പിയുടെ കളിയാണ്
സ്വാതി മലിവാൾ BJP ചേരാൻ പോവുകയാണ്. അതിന് മുന്നോടിയുള്ള നാടകമാണ്. BJPയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കളികളെല്ലാം കളിക്കുന്നത്. അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് പുറത്തു വന്ന് വലിയ തോതിൽ ഇന്ത്യയിൽ പ്രചാരണ രംഗത്തിറങ്ങി BJPക്കെതിരെ വലിയ തോതിൽ പ്രചാരണം നടത്തുകയും BJPക്ക് അത് വലിയ ഭീഷണിയായി മാറുകയും ചെയ്ത സാഹചര്യത്തിൽ ഒരു തിരിച്ചടി നൽകാൻ സ്വാതി മലിവാളിനെ ഒരുക്കി നിർത്തിയിരുന്നു നേരത്തെ തന്നെ BJP എന്ന് വേണം കരുതാൻ. അതാണിപ്പോൾ ആം ആദ്മി പാർട്ടി നേതാക്കൾ പറയുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പ്, BJPയും ആം ആദ്മി പാർട്ടിയും തമ്മിലുള്ള നേർക്കുനേർ ഏറ്റുമുട്ടൽ നാളെയും തുടരും, വരും ദിവസങ്ങളിൽ തുടരും. ഒരു സംശയം വേണ്ട, ആരാണ് മോദിക്ക് എതിരാളി, അതല്ലെങ്കിൽ ആരാണ് BJPക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ബദൽ, അത് ആം ആദ്മി പാർട്ടി തന്നെയാണ് എന്ന് ഒന്നുകൂടി ആവർത്തിച്ച് ഉറപ്പിക്കുകയാണ് അരവിന്ദ് കെജ്രിവാളും കൂട്ടരും ചെയ്യുന്നത്.